മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 10 ദിവസം കൊണ്ട് നേടിയത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്കാണ്. 2024 ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുന്നു 10 ദിവസത്തെ കളക്ഷൻ കൊണ്ട് മാത്രം പുഷ്പ 2. അതിനു മുമ്പ് ബാക്കി ഡീറ്റെയിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് തീയായിട്ട് ആളിപ്പടര് കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ ആയിരുന്നു. ആളിപ്പടര് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ 10 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ നമുക്ക് പുറത്തു വരുമ്പോൾ 1292 കോടിയാണ് ഒഫീഷ്യൽ കളക്ഷൻ പുറത്ത് വന്നിരിക്കുന്നത്. അത് ഒരു റെക്കോർഡാണ്, സർവ്വകാല റെക്കോർഡെന്ന് പറയാം. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്ര വേഗം 1200 കോടി കടന്നേക്കുന്ന ഒരു സിനിമയും ഇല്ല. 10ാം ദിവസത്തെ കളക്ഷൻ മാത്രമായിട്ട് 100 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ഹിന്ദിയിൽ നിന്ന് മാത്രം 500 കോടി കടന്നിരിക്കുന്നു വെറും 10 ദിവസം കൊണ്ട് എന്ന് പറയാം. അതായത് ഫാസ്റ്റസ്റ്റ് ഫിലിം ഇൻ ഹിന്ദി 500 കോടി അല്ലെങ്കിൽ 500 ക്രോർ എത്താൻ 507.50 കോടിയാണ് സിനിമ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ ഫോർ എനി ഫിലിം ഓൺ ഇറ്റ്സ് 10th ഡേ ആൻഡ് സെക്കൻഡ് സാറ്റർഡേ എന്നുള്ളതാണ്. റെക്കോർഡ് ബ്രേക്കിംഗ് 10th ഡേ വിത്ത് 100 CR പ്ലസ് എന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു റെക്കോർഡ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് വേറൊന്നുമല്ല, അത് $12.3 മില്യൺ ആണ് USA നിന്ന് മാത്രമേ, നോർത്ത് അമേരിക്കയിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി തെലുങ്കിൽ 3D വെർഷൻ ഹൈദരാബാദിൽ ഒരുപാട് തിയേറ്ററുകളിലേക്ക് വീണ്ടും ആഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത. ഇനിയും നമുക്ക് ഹിന്ദിയിലെ ഓരോ ദിവസത്തെയും കളക്ഷൻ 10 ദിവസത്തെ ഒന്ന് ഓടിച്ചു പോകാം. ആദ്യ ദിനം 72 കോടി നേടിയ സിനിമ 2ാം ദിവസം 59 കോടി നേടി. 3ാം ദിവസം 74 കോടിയായിരുന്നെങ്കിൽ 4ാം ദിവസം 86 കോടി നേടി സർവകാല റെക്കോർഡായി മാറുകയും ചെയ്തു. 5ാം ദിവസം തിങ്കളാഴ്ച 48 കോടി. അതായത് സിനിമ ആദ്യ 4 ദിവസങ്ങളിലും 50 കോടിക്ക് മുകളിൽ നിന്ന സിനിമ ആദ്യമായിട്ട് 50-ന് താഴേക്ക് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് തുടർന്നെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, ബാക്കി ഏത് സിനിമയും ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന കളക്ഷനാണ് സിനിമയുടെ സെക്കൻഡും തേർഡ് വീക്കിലും വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി 5ാം ദിവസം 48 കോടിയാണെങ്കിൽ 6ാം ദിവസം 36 കോടിയാണ് സിനിമ നേടിയത്. 7ാം ദിവസം 31.5 കോടിയും 8ാം ദിവസം 27 കോടിയും 9ാം ദിവസം 27.5 കോടിയുമാണ്. ഇതിനിടയിൽ അല്ലു അർജുൻ്റെ അറസ്റ്റും കാര്യങ്ങളുമൊക്കെ വരികയും അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമൊക്കെ ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയും, എന്നിരുന്നാലും നമുക്ക് എടുത്തു പറയാവുന്ന കാര്യം, 9 ദിവസങ്ങളിലും സിനിമ അങ്ങനെ പെർഫോം ചെയ്തപ്പോൾ 10ാം ദിവസം വീണ്ടും ഞെട്ടിക്കുന്ന കളക്ഷനിലേക്ക് സിനിമ എത്തുന്നു. സർവ്വകാല റെക്കോർഡ് ഹിന്ദിയിൽ തൂക്കുന്നു. അതായത് 46.5 കോടിയുമായിട്ട്, അതായത് 507.5 കോടി നെറ്റ് എമൗണ്ട് സിനിമ നേടിയിരിക്കുകയാണ്. ഒരു ഹിന്ദി ഫിലിമിൻ്റെയൊക്കെ ടോട്ടൽ, ഏറ്റവും വമ്പൻ ഹിന്ദി ഫിലിമിൻ്റെയൊക്കെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്ന ലെവൽ ആണ് സിനിമയ്ക്ക് ഹിന്ദിയിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും മറ്റ് റെക്കോർഡുകളിലേക്ക് ഒരുപാടെണ്ണമാണ് സിനിമ പോയിരിക്കുന്നത്. ഒന്നും പറയാനില്ലാത്ത ലെവലിൽ, അതായത് ഇപ്പോൾ 2024 ഏറ്റവും ഉയർന്ന സ്കോർ എത്തിയിരിക്കുന്നു. സിനിമയുടെ മുന്നിൽ ഇനി ആകെ 2-3 സിനിമകൾ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനിൽ പോലും നിൽക്കുന്നത്. ഇന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് 150 കോടിക്ക് അടുത്ത്. അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 1450 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. അതായത് ശനിയാഴ്ച 100 കോടിക്ക് മുകളിൽ വന്ന സിനിമ ഞായറാഴ്ച 150 കോടിക്ക് മുകളിൽ ഉറപ്പിക്കാം. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇന്നലെയും പുഷ്പയ്ക്ക് മികച്ച കളക്ഷൻ വന്നു. ഏറ്റവും നെഗറ്റീവ് വന്ന സ്ഥലമാണ് കേരളം എന്നുള്ളത് ഓർത്തോളുക. അവിടെ പോലും ഇന്നലെ ഹെവി പോസിറ്റീവാണ് ഉള്ള കളക്ഷനാണ് വന്നത്. ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കേരളത്തിൽ നിന്ന് മാത്രമായി ശനിയാഴ്ച കളക്ഷൻ വന്നെങ്കിൽ ഞായറാഴ്ച അതിൻ്റെയും മുകളിലേക്ക് പോകും. 80 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 50 ലക്ഷം രൂപ, 45 ലക്ഷം രൂപ അങ്ങനെ ഉള്ള കളക്ഷൻ വന്ന കേരളത്തിൽ 18 കോടി കടന്ന് സിനിമ നിൽക്കുകയാണ്. അതായത് സിനിമ 20 കോടിക്കാണ് കേരളത്തിൽ വിറ്റുപോയതെങ്കിൽ അത് വലിയ താമസമില്ലാതെ 20 കോടിയിലേക്ക് ടച്ച് ചെയ്യും. കേരളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് ഒരു പരാജയം നിലനിൽക്കുന്ന. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സിനിമ വമ്പൻ വിജയമായി മാറുകയാണ്. വീണ്ടും വൈൽഡ് തീയായിട്ട് തന്നെ ആളിപ്പെട്ടിരിക്കുകയാണ് സിനിമ എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. അതായത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് വീണ്ടും ഭീകര കളക്ഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇന്നലെ, അതായത് 10ാം ദിവസം സിനിമയ്ക്ക് വന്ന ടോട്ടൽ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.11 മില്യൺ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളതാണ്. ഇന്ന് മണിക്കൂറിൽ 50,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു, 60 കടക്കുന്നു എന്നുള്ള വാർത്തകളും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, ഇത്ര വലിയ കളക്ഷൻ നേടിയ ഈ ഒരു സിനിമയെ വീണ്ടും ആളുകൾ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് സിനിമ ഇടിയുന്നു, അതിൻ്റെ കളക്ഷൻ
കുറയുന്നു. പക്ഷേ എത്ര കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായി വർക്കിംഗ് ഡേയ്സിൽ സിനിമയ്ക്ക് കളക്ഷൻ കുറയും എന്നുള്ളത്. പക്ഷേ ആ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ മെഗാ ഹിറ്റ് എന്ന് പറഞ്ഞിരുന്ന പല സിനിമകളുടെയും ആദ്യ ദിനത്തെ കളക്ഷന് മുകളിലാണ് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യവുമുണ്ട്. അതെ, വർക്കിംഗ് ഡേയ്സിൽ കുറഞ്ഞെങ്കിൽ ശനി ഞായർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 1500 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണെങ്കിൽ അവിടെ അതിനടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയാം. ഇന്ന് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞ 72.69K ടിക്കറ്റ് ഒരു മണിക്കൂറിൽ വിറ്റുപോയതാണ് റെക്കോർഡ്. ഇന്ന് ഒരു പക്ഷേ 1,00,000-അടുത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് വീണ്ടും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ല, ഇൻഡസ്ട്രി ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് സിനിമ പോകുന്നു. 500 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 1500 കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത്. അതിൽ തന്നെ ഹിന്ദി ബെൽറ്റിൽ ഹിന്ദി സിനിമകളെ വെല്ലുന്ന തരത്തിൽ ഉള്ള ഒരു റേഞ്ചിലേക്ക് സിനിമ എത്തുന്നു. 500 കോടി ഒരു പക്ഷേ ഫൈനൽ ഈ സിനിമയുടെ അവിടുത്തെ കളക്ഷൻ 800 കോടിക്ക് മുകളിലായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായിട്ടും ഇപ്പോൾ വ്യൂസ് കുറയാണ്. അതേപോലെ തന്നെ ടോട്ടലി സിനിമയുടെയും നമ്മൾ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടെങ്കിൽ ഇന്ന് കുതിച്ചുയരുമെന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ ഫാൻസ് ഇടിച്ച് കയറ്, അടിച്ച് പൊളിക്ക് എന്ന് തന്നെയാണ് പറയാനുള്ളത്.